ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അധികമൊന്നും എയറിൽ കയറാത്ത ഒരു വ്യക്തിയാണ് എയറിലേക്ക് കയറിയിരിക്കുന്നത്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ. ഇപ്പം കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൽഹിയിലുള്ള പ്രക്ഷോഭമാണ്. അപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാത്ത സെലിബ്രിറ്റീസൊക്കെ കവേർഡ്സും പോസ്റ്റ് ഇട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ലാലേട്ടനൊന്നും ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വായി തുറക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സോഷ്യലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലാലേട്ടനൊന്നും ഒന്നും പറയാത്തതാണ് സാധാരണ. ഇപ്പോൾ ലാലേട്ടനിപ്പോൾ തൂഫാൻ വാരിയറായിട്ട് വെച്ചിട്ട് തന്നെ അങ്ങനെ ഒരു ഇതൊന്നും പ്രത്യേകിച്ച് പുള്ളി പബ്ലിക് സ്പേസിൽ ആരെയും അങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓപ്പൺലി അങ്ങനെ പറയുമെന്നൊന്നും എനിക്കറിയില്ല. മമ്മൂട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്നതൊക്കെ പല സമയത്തും കാണിക്കാറുണ്ട്. ശ്രീനിവാസിൻ്റെ ഒക്കെ ഒരു സ്വഭാവം നമുക്ക് അറിയാലോ ഉള്ള കാലത്തൊക്കെ. അപ്പോൾ ഇന്ന് വിസ്മയ ഒരു പോസ്റ്റ് പങ്കിടുകയും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്ക് വിസ്മയക്ക് നേരെ എത്തി എന്നാണ് പറയുന്നത്. ആദ്യം ഞാൻ ആ പോസ്റ്റ് എന്താണെന്നുള്ള കാര്യം ഇടാം. കൂടുതൽ സൈബർ അറ്റാക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. കൂടുതലായിട്ടും അറ്റാക്സ്, മോശം വാക്കുകൾ ഉപയോഗിക്കുക, ഇതെല്ലാം കൂടുതലും ഫേസ്ബുക്കിലായിരിക്കും. താരതമ്യേന ഡീസൻറ്റ് ഇൻസ്റ്റാഗ്രാമും പിന്നെ യൂട്യൂബൊക്കെ ആണ്. ഇൻസ്റ്റാഗ്രാമാണ് ഏറ്റവും ബെറ്റർ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ ടോക്സിക് ആണ് ചില സമയത്ത്, പക്ഷെ താരതമ്യേന അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ. റിപ്പോർട്ടർ ടി വിയിലൊക്കെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും വന്നിട്ടുണ്ട്. സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ശരിക്കും ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിസ്മയ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കുമ്പോൾ വിസ്മയുടെ സംഭവമൊന്നും ഇതിൽ കാണുന്നില്ല. പെട്ടെന്ന് എവിടെ നിന്നാണ് ഇതുപോലെയുള്ള രാജ്യബോധമൊക്കെ കയറി വന്നത്? ഇത്രയും കാലം എവിടെയും കണ്ടിട്ടില്ലല്ലോ, ഒരു കാര്യത്തിലും ഇടപെടുന്ന കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്മയുടെ പടം തുടക്കം മൂവി ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകണം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തിൽ, എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ ടൈമിലാണ് ആ പടം റിലീസാകുന്നത്. അതിലത്തെ പാട്ടും കാര്യങ്ങളെല്ലാം ഈ അടുത്ത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി വിസ്മയ മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പ്, ഒരു നല്ല പേര് ഉണ്ടാക്കുന്നതൊക്കെ ആണോ എന്ന് അക്യൂസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ചോദ്യം ചെയ്യുന്നതും ആൾക്കാർ വലിച്ചു കീറുന്നതൊക്കെ. അപ്പോൾ ഈ പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ റീലായിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. Tear gas, lathi charges, students injured, roads blocked, metro stations closed, heavy barricading across the city, internet suspension. You don't have to agree with the protesters, you don't have to support their demands, you don't even have to like the organizations involved. But if the response to citizens raising their voices is overwhelming force instead of dialogue, everyone of us should stop and ask what kind of democracy are we becoming. ഡെമോക്രസിയെ ചോദ്യം ചെയ്തുകൊണ്ടും രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെയാണ് ബേസിക്കലി ഇതിടുന്നത്. ഡെമോക്രസിയിലുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറയുന്നതാണ് ഇതിൻ്റെ ഒരു ബാക്കിലുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ടുമാറോ ഇഫ് it could be you asking to be heard, your city, your neighborhood, your own family. My question to all of you is simple: do you genuinely believe this is how a democracy should respond to its own citizens? എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എഴുതി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യരുത്, അതവിടെ വെക്കണം. അതെന്തിനാണ് ഡിലീറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് ഡിലീറ്റ് ചെയ്ത് മുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് എത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയത്തിൻ്റെ നിറവിൽ നിന്ന് നോക്കി കാണേണ്ടി വരും. കാരണം ഒരു കാര്യം നമ്മൾ പറയാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വെക്കണം. അതിൽ ഇപ്പോൾ 100 അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുത്തിട്ട് മുക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ള അവകാശമൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസ് വന്നിട്ടുണ്ട്. അതെന്താ സംഭവം നമുക്ക് നോക്കാം. പ്രക്ഷോഭത്തെ പിന്തുണച്ച് ഇൻസ്റ്റാഗ്രാമിൽ വിസ്മയം പോസ്റ്റ് ഇട്ടിരുന്നു. ഫേസ്ബുക്ക് കമന്റുകളിലൂടെയാണ് അധിക്ഷേപം വന്നിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. യുവാക്കൾക്ക് വേണ്ടി വിസ്മയുടെ പ്രതികരണം വരികയായിരുന്നു. ഇത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് ചോദ്യം ചെയ്തുകൊണ്ട് വിസ്മയ പോസ്റ്റ് ഇട്ടത്. എന്താണിപ്പോൾ വലിയ സൈബർ അധിക്ഷേപമാണോ? വിസ്മയുടെ പ്രതികരണം വരുന്നുണ്ടോ?
പ്രതികരണമൊന്നും സ്മൃതി, വരുന്നൊന്നുമില്ല. CJP ഉള്ള പ്രക്ഷോഭത്തെ കാര്യം കുറിച്ച് ഡിലീറ്റ് ഇൻസ്റ്റഗ്രാം ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയിലൂടെയാണ് വിസ്മയ പ്രതികരിച്ചത്. മെഗാ ബ്രേക്ക്. ആ പോസ്റ്റ്, ആ സ്റ്റോറി പങ്കുവച്ചതിന് പിന്നാലെ അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിലെ ചോദ്യം, ഒരു രാജ്യം, ജനാധിപത്യ രാജ്യം, പൗരന്മാരോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യം ഉൾപ്പെടുത്തിയാണ് ആ സ്റ്റോറി പങ്കുവച്ചത്. അതിൽ തന്നെ ആ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതെ ഇരിക്കുകയോ ചെയ്യാം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യം സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ലാത്തിചാർജിനെ അടക്കം, പോലീസ് നടപടിയടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സ്റ്റോറി പങ്കുവച്ചത്. ഇൻസ്റ്റഗ്രാമിൽ പക്ഷേ സൈബർ അധിക്ഷേപമൊന്നും കാണാനില്ല. പക്ഷെ അവരുടെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിന് കമന്റായാണ് വ്യാപകമായ അസഭ്യ പ്രയോഗവും അധിക്ഷേപവും വരുന്നത്. വലിയ തോതിൽ കമന്റുകളായി ഈ സൈബർ അധിക്ഷേപമുണ്ട് എന്നത് കാണാം. പലതും നമുക്കിവിടെ വോട്ട് ചെയ്യാൻ കഴിയാത്തതാണ്, പറയാൻ കഴിയാത്ത വിധമുള്ള അസഭ്യ പ്രയോഗങ്ങളുണ്ട്, വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളുണ്ട്. ആ നിലയ്ക്കാണ് ഫേസ്ബുക്കിലെ അവരുടെ പോസ്റ്റുകൾക്ക്, അവർ പങ്കുവച്ചിരിക്കുന്ന ചലച്ചിത്രത്തിന്റെ പോസ്റ്ററിനടക്കം, അതിന്റെ കമന്റ് സെക്ഷനിലടക്കം വലിയ തോതിലുള്ള അധിക്ഷേപമാണ് വരുന്നത്. വിസ്മയ മോഹൻലാലിന്റെ ആ സ്റ്റോറി, ആ പരാമർശം വലിയ തോതിൽ സ്വാഭാവികമായി തന്നെ, കാരണം സമൂഹം ചെയ്തത് ആ ഘട്ടത്തിലാണ് അവരുടെ. അപ്പോൾ ഗൈസ്, ഇതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ലാലേട്ടൻ്റെ മകളായതുകൊണ്ട് വിസ്മയ്ക്ക് തൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ്റെ പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഓടിക്കളിക്കുന്നുണ്ട്. ലാലേട്ടൻ അങ്ങനെ, ലാലേട്ടൻ ഇങ്ങനെയാണെന്ന് എനിക്കറിയോ, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ്റെ സ്ഥാനം നോക്കണ്ടേ, അങ്ങനെ സംഭവങ്ങളെന്നെല്ലാം പറഞ്ഞിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതൊന്നും ഇവിടെ ഇല്ല. ആ വ്യക്തിക്ക് പറയേണ്ട കാര്യങ്ങൾ അവർക്ക് പറയാം. അത് ചിലപ്പോൾ എന്ത് രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ഹൈപ്പ് കയറ്റാനാണോ, അതൊന്നും നമുക്കറിയുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ എല്ലായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും അവർക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോയി തെറി വിളിക്കുന്ന കാര്യങ്ങൾ ഇല്ല. പോസിറ്റീവ്ലി നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ എതിർക്കാം, ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം, ചോദിക്കാം എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാം. അത്രയൊക്കെ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ മലയാളത്തിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ ഇതിനെതിരെ സൗണ്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നസ്രിയ, ടൊവിനോ, വിസ്മയ, ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിസ്മയ മുക്കിയിട്ടുണ്ട് എന്തായാലും. ഇൻസ്റ്റയിലൊന്നും കാണുന്നില്ല ഇപ്പോൾ നോക്കിയിട്ട്. ഇനിയിപ്പോൾ ഫേസ്ബുക്കിൽ മാത്രമാണോ ഇട്ടിരിക്കുന്നത് എന്നുള്ള സംഭവം എനിക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ടു കമൻറ്റ് ഡൗൺ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം.